ഇപ്പോൾ ഫോണുകളിൽ നമുക്ക് ഡാർക്ക് മോഡും അതുപോലെ തന്നെ ലൈറ്റ് മോഡൊക്കെ ലഭിക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഡാർക്ക് മോഡിലോട്ട് ഇടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും കൂടുതൽ എടുത്ത് കാണിക്കുക. ലൈറ്റ് മോഡിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും എടുത്ത് കാണിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡാർക്ക് മോഡും അതുപോലെ തന്നെ ലൈറ്റ് മോഡൊക്കെ ഓരോരോ ടൈമിൽ വേണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ലൈറ്റ് മോഡിലും അതുപോലെ തന്നെ രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെ ഡാർക്ക് മോഡിലൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാവുന്നതാണ്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഡാർക്ക് മോഡ് എങ്ങനെ നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ മാനുവലായിട്ട് ഡാർക്ക് മോഡും ലൈറ്റ് മോഡും നോക്കണ്ട. ആ ഒരു ടൈം ആകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡെയിലി മാറിക്കോളും. അപ്പം അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്കെഡ്യൂൾ ഡാർക്ക് മോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ ബ്രാൻഡുകൾക്ക് അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയാൽ ഫസ്റ്റ് പേജിൽ നമുക്ക് ഇവിടെ സെർച്ച് സെറ്റിങ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ സ്കെഡ്യൂൾ എന്നുള്ളത് സെർച്ച് ചെയ്യുക. സ്കെഡ്യൂൾ സെർച്ച് ചെയ്താൽ സ്കെഡ്യൂൾ ഡാർക്ക് മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കെഡ്യൂൾ ഡാർക്ക് മോഡ് എന്നുള്ളത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. ഓൺ ആക്കിയതിന് ശേഷം ഇവിടെ നമുക്ക് താഴെ ടേൺ ഓൺ ടേൺ ഓഫ് എന്നിങ്ങനെ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ ടേൺ ഓണിൻ്റെ ടൈം കൊടുക്കുക ഫസ്റ്റ്. അതായത് ഏത് ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞാൻ 7 മണി കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ നമുക്ക് ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഞാനൊരു 8 PM കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു ടൈം ആകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഡാർക്ക് മോഡ് ഓൺ ആവുന്നതായിരിക്കും. ഈ ഒരു ടൈം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡാർക്ക് മോഡ് ഓഫും ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻഡ്രോയിഡ് ഫോൺസിൽ ഡാർക്ക് മോഡ് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.